സിവിൽ സർവീസ് എക്സാമിൽ മെയിൻസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എലമെൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് 9 പേപ്പറാണ് ഉള്ളത്. 2 ക്വാളിഫയിങ് പേപ്പേഴ്സും 7 മെറിറ്റ് പേപ്പേഴ്സും ആണുള്ളത്. ഇതിൽ ഈ 7 പേപ്പേഴ്സ് മെറിറ്റ് പേപ്പേഴ്സിൽ ടൈം മാനേജ്മെൻറ്റും കണ്ടന്റ് ആർട്ടിക്കുലേഷനും പിന്നെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് 3 അവറിൽ എഴുതി തീർക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ടാസ്ക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ പ്രിലിംസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമാണ് മെയിൻസിലേക്കുള്ളത്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഈ പറഞ്ഞ കാര്യത്തിൽ ടൈം മാനേജ്മെന്റ്, കണ്ടന്റ് ക്രിയേഷൻ, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ ഇതിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമാണ് യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ മെയിൻസ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മെയിൻസിൻ്റെ പേപ്പർ 250 മാർക്കിനാണ്. ഇതിൽ 10 മാർക്കിൻ്റെ 10 ക്വസ്റ്റിനും 15 മാർക്കിൻ്റെ 10 ക്വസ്റ്റിനും ഉണ്ട്. ഇതിൽ നമ്മൾ 6-7 മിനിറ്റിനുള്ളിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ എഴുതി തീർക്കാൻ വേണം. പിന്നെ അതുകൂടാണ്ട് ഈ പറഞ്ഞ പോലെ 10-11 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഈ 15 മാർക്കിൻ്റെ ക്വസ്റ്റൻ എഴുതി തീർക്കണം. ഇതൊരു വലിയ ടാസ്ക്കാണ്. ഇതിന് നമ്മൾ n നമ്പേഴ്സ് ഓഫ് ആൻസേഴ്സ് എഴുതിയാൽ മാത്രമാണ് നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നെ സഹായിച്ചൊരു വലിയ കാര്യം ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. പിന്നെ വീക്ക്ലി നമ്മുടെ സീരീസ് എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ എസ്സേയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതും 2 ക്വസ്റ്റ്യൻ ആണുള്ളത് 250 മാർക്കിന്. അതായത് ഒരു എസ്സേ 125 മാർക്കിൻ്റെ ഒരു എസ്സേ ആണ്. ഇതിൽ നമ്മൾ 12 പേജിൽ നമ്മൾ 1200 വേർഡ്സിൻ്റെ അല്ലെങ്കിൽ 1100 വേർഡ്സിൻ്റെ എസ്സേ എഴുതേണ്ട കാര്യമുണ്ട്. ഇതിലും നമ്മൾ n നമ്പേഴ്സ് ഓഫ് എസ്സേ എഴുതണം. അതുകൂടാണ്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. താങ്ക് യു.